ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്കിന്ന് ഒരു ഈന്തപ്പഴം നാരങ്ങ അച്ചാറിടാം. ഡേറ്റ്സ് ലെമൺ പിക്കിൾ. നാരങ്ങ ഉപ്പിട്ട് പുഴുങ്ങി എടുത്തു വെച്ചു. കുരു കളഞ്ഞ ഈന്തപ്പഴം രണ്ടായിട്ട് മുറിച്ച് വെച്ചു. ചട്ടി ചൂടായപ്പം ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഉലുവായും കടുകും പൊട്ടിച്ചു. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 10 നാരങ്ങയും ഒരു 25 ഈന്തപ്പഴവും ഉണ്ടായിരുന്നു. ഈന്തപ്പഴം ഇവിടെ ഇരുന്നത് കൊണ്ടാണ് ഇന്നലെ 10 നാരങ്ങ വാങ്ങിച്ച് ഞാനതങ്ങ് അച്ചാറിട്ടേക്കാമെന്ന് വിചാരിച്ചത്. ആരും കഴിക്കുന്നില്ല ഈന്തപ്പഴം, എന്നാൽ പിന്നെ അച്ചാറിടുവാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായപ്പൊടി അതെല്ലാം ഇട്ട് ഒരുപാട് മൂത്ത് കരിഞ്ഞ് പോകില്ല. അതിന് വേണ്ടിയാണ്, നമ്മൾ ചട്ടിയും കൂടെ ആയതുകൊണ്ട് നല്ല ചൂടല്ലേ. അപ്പം തീ അങ്ങ് ഓഫ് ചെയ്യണം. തീ ഞാൻ ഏറ്റവും ലോ ആയിട്ട് വെച്ചിട്ടാണ് പൊടികളൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പം വിനാഗിരി ഒഴിച്ചു, പഞ്ചസാര ഇട്ടു. അതൊരു 2 ടീസ്പൂണുണ്ട്. കുറച്ചുകൂടെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ഇടാൻ വേണമെങ്കിൽ നല്ലതാണ്. തീ ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ വിനാഗിരി ഒഴിച്ചിട്ട് തീ പിന്നെ കൊടുക്കരുത്. ചട്ടിക്ക് അല്ലെങ്കിൽ തന്നെ ചൂടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈന്തപ്പഴം ആദ്യം ഇടണം. നല്ല പഴുത്ത നാരങ്ങയാണ് നല്ലത്. എനിക്ക് പച്ച കളറിലെ നാരങ്ങയാണ് കിട്ടിയത്, അവിടെ അതേ ഉള്ളായിരുന്നു. അപ്പോൾ ഈന്തപ്പഴം ഇട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നാരങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരാഴ്ച കഴിയുമ്പോഴേ എടുക്കാം.